ഹമാസ് നായിന്റെ മക്കൾ ബന്ദികളെ വിട്ടു നൽകാതെ ഇസ്രയേലിന് പലസ്തീനെ ആക്രമിക്കുന്നതിനുള്ള അവസരം കൊടുക്കുന്നത് ഹമാസാണ്. അമർഷമടക്കാനാവാതെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് നായ്ക്കൾക്കുണ്ടായ മക്കളാണ് ഹമാസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ബന്ദികളെ വിട്ടു നൽകാതെ ഇസ്രയേലിന് പലസ്തീനെ ആക്രമിക്കുന്നതിനുള്ള അവസരം നൽകുകയാണ്. ഹമാസിനെ നിരായുധീകരിക്കുകയാണ് വേണ്ടത് എന്ന് മഹമ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി. ഗാസ മുനമ്പിൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്നു. ഗാസ മുനമ്പിനെ ആക്രമിക്കാൻ ഇസ്രയേലിന് ഒരു ഒഴിവ് കഴിവാണ് ബന്ദികളെ വിട്ടു നൽകാത്തതിലൂടെ ഹമാസ് നൽകി വരുന്നത് എന്നും അദ്ദേഹത്തിന്റെ വിമർശനം. ബുധനാഴ്ച റാമല്ലയിൽ നിന്ന് നടത്തിയ ഒരു ടെലിവിഷൻ പ്രസംഗത്തിലായിരുന്നു മഹമ്മൂദ് അബ്ബാസ് ഹമാസിനെ രൂക്ഷമായി വിമർശിച്ചത്. ഗാസ മുനമ്പിലെ നിയന്ത്രണം ഹമാസ് അവസാനിപ്പിക്കണം. അതിന്റെ എല്ലാ കാര്യങ്ങളും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും നിയമാനുസൃതമായ പലസ്തീൻ ദേശീയ അതോറിറ്റിക്കും കൈമാറണം. ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മഹമ്മൂദ് അബ്ബാസ് ഹമാസിനോട് ആവശ്യപ്പെട്ടു. ഹമാസിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പരസ്യ വിമർശനമാണ് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ പ്രസ്താവന. നേരത്തെ ഈജിപ്തും ഹമാസിനെ നിരായുധീകരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഗാസ മുനമ്പിൽ നടക്കുന്ന ഇസ്രയേലി വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗാസ മുനമ്പിനെ ആക്രമിക്കാൻ ഇസ്രയേലിന് ഒരു ഒഴിവ് കഴിവാണ് ബന്ദികൾ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച റാമല്ലയിൽ നിന്ന് നടത്തിയ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ അബ്ബാസ് പറഞ്ഞതാണ് ഈ വിവരങ്ങൾ. നായ്ക്കളുടെ മക്കളെ ബന്ദികളെ വിട്ടയക്കുകയും അവരുടെ ന്യായീകരണങ്ങൾ തടയുകയും ചെയ്യുക. വംശഹത്യ ആരോപണങ്ങൾ ഇസ്രയേൽ നിരസിച്ചു. ഗാസയിൽ യുദ്ധം ചെയ്യുന്നത് സ്വയം പ്രതിരോധത്തിനാണ് എന്നും ഹമാസിനെ ലക്ഷ്യമിടുന്നുവെന്നും ഊന്നി പറഞ്ഞു. ഹമാസിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പരസ്യ വിമർശനം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പുതുക്കിയ നീക്കത്തിനിടയിലാണ് ഇത്. ഈജിപ്തും അടുത്തിടെ ഹമാസിനെ നിരായുധീകരിക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ അബ്ബാസ് പൂർണ്ണമായും അപലപിച്ചിട്ടില്ല. എന്നിരുന്നാലും മുൻകാലങ്ങളിൽ അദ്ദേഹം ഹമാസിനെ അതിന്റെ പേരിൽ വിമർശിക്കുകയും സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ദർശനവും അദ്ദേഹം വിശദീകരിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ കീഴിൽ പലസ്തീൻ രാഷ്ട്രീയ വിഭാഗങ്ങളെ ഏകീകരിക്കാനുള്ള ആഹ്വാനങ്ങൾ പുതുക്കി. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യം മുന്നോട്ട് വെച്ചു. ഗാസ മുനമ്പിലെ നിയന്ത്രണം ഹമാസ് അവസാനിപ്പിക്കണം. അതിന്റെ എല്ലാ കാര്യങ്ങളും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും നിയമാനുസൃതമായ പലസ്തീൻ ദേശീയ അതോറിറ്റിക്കുമാണ് കൈമാറേണ്ടത്. പലസ്തീൻ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറണം. ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഹമാസ് പലസ്തീൻ ലക്ഷ്യത്തിന് കടുത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഇസ്രയേലിന് മനഃപൂർവ്വമോ അല്ലാതെയോ അപകടകരമായ സൗജന്യ സേവനങ്ങൾ നൽകി. ഗാസ മുനമ്പിൽ ഗൂഢാലോചനകളും കുറ്റകൃത്യങ്ങളും നടപ്പിലാക്കുന്നതിന് സ്വതന്ത്രമായ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ഈ ക്രിമിനൽ അധിനിവേശത്തെ അനുവദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവുകഴിവുകളിൽ ഒന്ന് തന്നെയാണ് ബന്ദികളാക്കൽ. അദ്ദേഹം പറഞ്ഞു. മറുപടിയായി അബ്ബാസിന്റെ അവകാശവാദങ്ങൾ ഹമാസ് നിരാകരിച്ചു. അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്തു. അധിനിവേശ കുറ്റകൃത്യങ്ങളുടെയും അതിന്റെ തുടർച്ചയായ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം നമ്മുടെ പലസ്തീൻ ജനതയുടെ മേൽ ചുമത്തണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇത് സംശയാസ്പദമായി നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. മുൻകാല ഐക്യരാഷ്ട്രസഭ സുരക്ഷാ പ്രമേയങ്ങൾ നടപ്പിലാക്കാനും ഒരു അന്താരാഷ്ട്ര സമാധാന സമ്മേളനം നടത്താനും മഹമ്മൂദ് അബ്ബാസ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹമാസും ഫത്തയും തമ്മിൽ കടുത്ത ശത്രുതയുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. പലസ്തീനിലെ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളെ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലെത്താൻ ഇരുപക്ഷവും നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയമായിരുന്നു ഫലം. അതിനുശേഷം ഹമാസ് ഗാസ ഭരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ പാലസ് പീഡകരാണ് ഭരിക്കുന്നത്. 2007 വരെ ഗാസയുടെ ഭരണനിയന്ത്രണം പാലസ് അറ്റോർണി ജനറൽ ഓഫ് പാലസ് ആയിരുന്നു. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിനിവേശ പ്രദേശങ്ങളിൽ ഹമാസ് വിജയം നേടുകയും ഗാസ മുനമ്പിൽ നിന്ന് ആ പ്രദേശത്തെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം ഹമാസ് ഗാസ ഭരിച്ചു. വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങൾ പാലസ് അറ്റോർണി ജനറൽ ഓഫ് പാലസ് ഭരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2017 ഒക്ടോബറിൽ കെയ്റോയിൽ വെച്ച് ഹമാസും ഫത്തയും ഒരു അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. കരാർ പ്രകാരം 2 മാസത്തിനു ശേഷം ഒരു പുതിയ ഐക്യ സർക്കാർ ഗാസയുടെ ഭരണനിയന്ത്രണം ഏറ്റെടുക്കും എന്നായിരുന്നു പ്രതീക്ഷ. 2018-ൽ പലസ്തീനിയൻ പ്രധാനമന്ത്രി റാനിമി ഹംദല്ല ഗാസ സന്ദർശിച്ചപ്പോൾ ഒരു കരാറിന്റെ അഭിലാഷങ്ങൾ തകരുകയായിരുന്നു. ഹംദല്ലയുടെ വാഹനവ്യൂഹത്തിന് സമീപം ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു. അദ്ദേഹം വധശ്രമത്തിന് ഇരയായി. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഫത്തഹ് ഉടൻ തന്നെ ഹമാസിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ വിഭജനം അവസാനിപ്പിക്കുന്നതിനും പലസ്തീൻ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു കരാറിൽ ഹമാസും ഫത്തയും തമ്മിൽ ഒപ്പുവെക്കൽ നടക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമാനസ്.